ട്രംപ് മോദിയെ വിളിച്ചു, നിർത്തുവെന്ന് ശടിച്ചു. മോദി 5 മണിക്കൂർ കൊണ്ട് എല്ലാ യുദ്ധവും നിർത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ തകർക്കുന്ന ട്രംപ് വിരുദ്ധതയാണ് ഇവിടെ പയറ്റുന്നത്. ദേശീയ വികാരത്തെ പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു. ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് ട്രംപ് അമേരിക്കൻ വിരുദ്ധ വികാരം ഇന്ത്യയിൽ കുത്തുമ്പോൾ ട്രംപിന്റെ പച്ചവെള്ളം ഒഴിച്ച് രാഹുൽ ഗാന്ധിയുടെ വെസ്റ്റേൺ നയതന്ത്രമാണ് പയറ്റുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ തന്നെ ട്രംപ് മോദിയെ വിളിച്ചു, നിർത്തുവെന്ന് ശടിച്ചു. മോദി 5 മണിക്കൂർ കൊണ്ട് എല്ലാ യുദ്ധവും നിർത്തി എന്നതാണ് രാഹുലിന്റെ അവകാശവാദം. ട്രംപിന്റെ 24 മണിക്കൂർ അന്ത്യശാസനത്തിന് 5 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സൈനിക നടപടി നിർത്തിവെച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ലോകസഭ പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നത്. ട്രംപ് പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു പറഞ്ഞു, ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്ത് ചെയ്താലും 24 മണിക്കൂറിനുള്ളിൽ അത് നിർത്തണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 മണിക്കൂറിനുള്ളിൽ എല്ലാം നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാര്യമായ തെളിവുകൾ നൽകാതെ തന്നെ വ്യാപാരം ഒരു സ്വാധീനമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടിക്ക് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് വീണ്ടും അവകാശവാദമാണ് നടത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. അദ്ദേഹത്തെ ഭയങ്കര മനുഷ്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. അദ്ദേഹത്തെ ഭയങ്കര മനുഷ്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചുവെന്ന ട്രംപിന്റെ നിരന്തര അവകാശവാദങ്ങൾ മൺസൂൺ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനോടകം തന്നെ നിഷേധിച്ച് തള്ളിയ കാര്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിക്കാൻ US നേതാവ് ന്യൂഡൽഹിയിലേക്ക് വിളിച്ചത് ഏപ്രിൽ 22-നും അതായത് ഇന്ത്യൻ നേതാവ് G20 ഉച്ചകോടിക്കായി കാനഡയിലായിരുന്ന ജൂൺ 17-നും ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കോളും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്നാകട്ടെ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അവകാശപ്പെട്ടത് ഇങ്ങനെയാണ്. തീരുവ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയെ തകർക്കാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് മുൻപേ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിൽ വ്യാപാര കരാറുകൾ നിർത്തിവെക്കണമെന്ന് പ്രധാനമന്ത്രി മോദിയെ ഭീഷണിപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. നിങ്ങളുടെ തല കറങ്ങുന്ന തരത്തിൽ ഞെട്ടിപ്പോകും വിധം ഞാൻ വളരെയധികം തീരുവകൾ ചുമത്തും. മോദി ആ സമയത്ത് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ട്രംപ് ഭീഷണി മുഴക്കിയതായി അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിരിക്കുന്നതും. വീണ്ടും വെടിനിർത്തൽ വാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ട്രംപിന്റെ ഒരു ഭീഷണിയും നടക്കില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ട്രംപ് പറഞ്ഞതായി അവകാശപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരു ആണവ യുദ്ധത്തിൽ കലാശിക്കാൻ പോവുകയാണ്. നാളെ എന്നെ തിരികെ വിളിക്കൂ. പക്ഷെ ഞങ്ങൾ നിങ്ങളുമായി ഒരു കരാറിലും ഏർപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ തല കറങ്ങുന്നത് അതേ വളരെ ഉയർന്ന ടാരിഫ് ഞങ്ങൾ നിങ്ങൾക്ക് മേൽ ചുമത്തും. ഞാൻ വളരെ ഭയങ്കരനായ ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട്. നിങ്ങൾക്കും പാകിസ്ഥാനും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. ഞാൻ അതിനായി അതറിയാൻ വേണ്ടി അവകാശപ്പെടുന്നു. അവരുടെ വിദ്വേഷം വളരെ വലുതായിരുന്നുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.